എന്താ തിരയുന്നത്? ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങൾ സർക്കസ് കാണാൻ പോവാണ്. ഇതൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഈ ഒരു കായലും ഒക്കെ എപ്പം ഈ ഒരു പാലം കടന്നു പോകുമ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്ലോക്കായിരുന്നു. ഈവനിങ് ടൈമിലെ ബ്ലോക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ എത്ര മണിയായി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ ഇനി ക്ലോസ് ചെയ്ത് പോവോ, ടൈമിന് എത്തില്ലേ എന്നൊക്കെയുള്ളൊരു ഡൗട്ടായിരുന്നു ഞങ്ങൾക്ക്. എക്സ്ട്രാ ചാർജൊക്കെ കൊടുത്തിട്ടാണ് ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടൈമിന് എത്തുമോ എന്നുള്ളത് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ നേരെ മെട്രോ കയറി ലുലുവിലേക്ക് എന്നുള്ളൊരു പ്ലാൻ ബി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഫൈനലി ആ ഒരു സ്ഥലത്ത് എത്തി. ഇനി ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത്. വലിയ തിരക്കൊന്നും പുറത്ത് കാണാനുണ്ടായിരുന്നില്ല. നല്ല ഹിന്ദി പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ ഏട്ടൻ പോയിട്ടുണ്ടെങ്കിലും അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ വന്ന വഴി തിരിച്ചിറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കുട്ടൂസും അവിടെ തന്നെ വെയിറ്റ് ചെയ്തതാണ്. വെറുതെ ഒരു നടന്ന് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഞാൻ വിചാരിച്ചത് നമ്മൾ തിയേറ്ററിലൊക്കെ പോകുന്നത് പോലെ സീറ്റൊക്കെ ഫുള്ളായിരിക്കും, ടിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പം കുറേ സീറ്റ് ഒഴിഞ്ഞാണ് കിടക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു 20-ാം തീയതി എങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ചെന്ന് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവർ റെഡിയാകാൻ വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സീന് കാണുന്ന സമയത്ത് എനിക്ക് നമ്മളെ ജോക്കർ ഫിലിമിലെ സീനും പാട്ടും ഒക്കെയാണ് മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്. ഞാനങ്ങനെ സർക്കസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പൊന്നും അല്ല കേട്ടോ. ഏട്ടൻ പുറത്ത് പോയപ്പോൾ ബോർഡ് കണ്ടു സർക്കസിന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, എന്നാൽ ശരി പോവാന്ന് പറഞ്ഞു ഇറങ്ങി. ഇതിൻ്റെ മുന്നേ ഞാൻ ഒറ്റ തവണയെ സർക്കസ് കണ്ടിട്ടുള്ളൂ. അതും കുറേ വർഷം മുന്നേ. എനിക്ക് തോന്നുന്നു ഒരു 2007 ആണ്. ഞാനൊരു 5th പഠിക്കുന്ന സമയത്താണ്. ഒരു 1 ഡേ ടൂറായിട്ട്. കുട്ടൂസിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഞങ്ങൾ ഓട്ടോയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറക്കുന്നത് ഇതാ ഇതിൻ്റെ മുന്നിലാണ്. ആൾക്കാർ തൂങ്ങിയാടുന്നതിലേക്ക് ഇത്തിരി നേരം ശ്രദ്ധ പോയെങ്കിലും എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോഴാണ് ഒന്ന് ശ്രദ്ധ ആ സ്റ്റേജിലേക്ക് പോയത്. പിന്നെ കുട്ടൂസിൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത ഉറക്കായി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഞാൻ പണ്ട് സർക്കസിന് പോയതല്ലേ. അന്നിതാ ഇങ്ങനെയുള്ള ചെയറൊന്നും അല്ല കേട്ടോ. ഒരു മരത്തിൻ്റെ ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ ഗാലറി ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുതിരയൊക്കെ നമുക്ക് ആ കാല് വയ്ക്കുന്നതിൻ്റെ ഗ്യാപ്പിലൂടെ താഴോട്ട് നോക്കുന്ന സമയത്ത് കുതിരേനൊക്കെ കെട്ടിയിട്ടുണ്ടാവും. ഇപ്പം പിന്നെ ഡോഗ്സ് മാത്രമല്ലേ പറ്റുള്ളൂ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാട്ടോ സർക്കസ് പരേഡ്. ഇത് ഞാൻ പണ്ട് കണ്ടതൊന്നും എനിക്ക് ഓർമ്മ തന്നെ ഇല്ല. അന്ന് ഞാനൊരു പൊട്ട സർക്കസ് ആയിരുന്നു കണ്ടത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇതാണോ എല്ലാവരും സർക്കസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് കാണുന്നതെന്ന്. ബോംബെ സർക്കസ് ആണ് കേട്ടോ കാണാൻ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ബോംബെ എന്നൊക്കെ കേട്ടപ്പോൾ നോർത്ത് ഇന്ത്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഇത് ഈ ഒരു ആക്ടൊക്കെ കണ്ടില്ലേ, വേറെ നേഷൻസിലുള്ള ആൾക്കാരുണ്ട്, റഷ്യൻസും പിന്നെ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ നേഷൻസിലുള്ള ആൾക്കാരൊക്കെ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് എന്താന്ന് വെച്ചാൽ അന്നൊക്കെ പോക്കറ്റ് മണി വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന പോലെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 5 രൂപയൊക്കെയാണ് കയ്യിലുണ്ടെങ്കിൽ അന്നും ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ സർക്കസിന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കയ്യിലുള്ള 5 രൂപയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് 5 നമ്മളെ കടലമുട്ടായി പോലെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു 5 ബാർ വാങ്ങിച്ച് യൂണിഫോമിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ പരിപാടി തുടങ്ങിയോന്നൊന്നും നോക്കാൻ പോയില്ല, കഴിപ്പ് തുടങ്ങി. പെട്ടെന്ന് തന്നെ 5 തീർത്തു. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന്, ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. എനിക്കിപ്പോൾ തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ വലുതായിട്ട് കുട്ടൂസിൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? നമ്മളെ അച്ഛനും അമ്മയൊക്കെ പണ്ടത്തെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാവാതെ ആ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു മട്ടിൽ കേട്ടിരിക്കില്ലേ, അതുപോലെ ആയിരിക്കും.
ഇപ്പൊ പെർഫോം ചെയ്യുന്ന ഇയാളെ കണ്ടില്ലേ? ഇയാളെ കണ്ടപ്പോൾ എനിക്ക് നമ്മളെ പട്ടാഭിഷേകത്തിലെ ജഗതി ശ്രീകുമാറിനെ ആട്ടോ ഓർമ്മ വന്നത്. എങ്ങനെ ഇത്രയും വെള്ളം തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഏട്ടനോട് പറയുന്നു ഇയാളെ വല്ല ഗാർഡനിലും കൊണ്ടുവയ്ക്കാന്ന്. ഈ ഒരു ഐസ്ക്രീം ഒക്കെ കണ്ടില്ലേ, അത് എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ടിക്കറ്റിന് ഇത്രയും പ്രൈസ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ ആയിരിക്കുന്നു. ഞാൻ ആരും പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഏട്ടനാണ് അത് നോട്ടീസ് ചെയ്തത്, എല്ലാവരും ക്യാഷ് കൊടുത്തിട്ടാണ് അത് വാങ്ങുന്നത്. ഞാനും ഓർക്കേണ്ടതായിരുന്നു. പണ്ടിങ്ങനെ പോപ്കോണൊക്കെ കൊണ്ടുവരില്ല ആൾക്കാർ, അതേപോലെ കൊണ്ടുവന്നതാണ് സംഭവം. ഞാൻ പെട്ടെന്ന് ഈ പരിപാടീൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആരും ക്യാഷ് കൊടുക്കുന്ന എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പം ഞാനും സന്തോഷിച്ചു, ആഹാ ഇത് നല്ല പരിപാടിയാണല്ലോ, ഐസ്ക്രീമൊക്കെ ഫ്രീ ആയിട്ടുണ്ടല്ലോ. തൊട്ടു മുന്നേ നിങ്ങൾ കണ്ടത് എന്താണെന്നറിയോ? അയാളില്ലേ ഒരു ഗോൾഡ് ഫിഷിനെ വിഴുങ്ങിയതാണ് വെള്ളത്തോടെ. അങ്ങനെ 3 ഗോൾഡ് ഫിഷിനെ വിഴുങ്ങി ആ 3 ഈ വെള്ളം തുപ്പുന്ന കൂടെ തിരിച്ചെടുക്കുന്നുണ്ട്. എനിക്കത് അത്ഭുതത്തിനെക്കാട്ടും എനിക്ക് അറപ്പാ തോന്നിയത്. കാരണം ഈ അക്വേറിയത്തിലൊക്കെ നമ്മൾ മീനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്ന സമയത്ത് ഒരു വഴുവഴുപ്പാണ് എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായത്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിട്ടോ. ഇയാള് ഒരു പച്ച കളറിലുള്ള വെള്ളവും റെഡ് കളറിലുള്ള വെള്ളവും കൂടെ കുടിച്ചു, ഓർഡറിൽ കുടിച്ചിട്ട് അതിന് മേലെ നോർമൽ വാട്ടറും കുടിച്ചു. എന്നിട്ട് അത് ഓർഡറിൽ പച്ചയും അതുപോലെ തന്നെ റെഡും തുപ്പി വെച്ചു അതിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ വയറ്റിൽ പോയ എല്ലാം കൂടെ മിക്സായി കലങ്ങണ്ടേ, ഇത് സെപ്പറേറ്റ് കളർ. അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിയ ടംബ്ലർ വെള്ളമൊക്കെ എങ്ങനെയാണ് ആ ഒറ്റ വലിക്ക് കുടിക്കുന്നത്? എനിക്കിത് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അത്രയും വെള്ളം കുടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് എനിക്ക് ഓവറായിട്ടൊരു വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നിപ്പോയി. Pulling up black windows when she go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun. ക്ലൗൺസിൻ്റെ പെർഫോമൻസ് ആട്ടോ എനിക്കൊരു ബോറടി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പണ്ട് കണ്ടപ്പോഴും അതെ ഇപ്പോഴും അവർ കോമഡി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു ഫീലായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും ചിരിയൊന്നും വരില്ല. ഈ ഒരു പോർഷൻ വലിയ കുഴപ്പമില്ല. നമ്മൾ ഓഡിയൻസ് എന്നുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെക്ഷൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ അവർ വരുമ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു. Pulling up black windows when she go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. 'Cause when the bullets fly, I'm the last one to die. Slow down, but wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. It's the whip, quick clip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. 'Cause when the bullets fly, I'm the last one to die.
must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Cause when the bullets fly, I'm the last one to die. Shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. ഇതൊക്കെ കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് വലിയ രസമൊന്നും തോന്നില്ല. കുട്ടൂസിനെ കാണിക്കാനൊക്കെ നോക്കിയെങ്കിലും എന്താ കഥ, ഇതാ ചങ്കരൻ പിന്നെയും തെങ്ങ് തന്നെ. ലൈറ്റ്സ് മാത്രമേ അയാൾക്ക് ശ്രദ്ധിക്കാൻ തോന്നിയിട്ടുള്ളൂ. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, don't even try. Cause when the bullets fly, I'm the last one to die. Slow down, don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die.
സംഭവം ഉണ്ടല്ലോ, കുറച്ച് നല്ല ടഫാണ്. അത് ഏറ്റവും മുകളിലത്തെ ബാസ്ക്കറ്റിൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് എത്തിയത്. അതുവരെ നല്ല സ്മൂത്തായിട്ട് പോവും, അതെത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടച്ച് ചെയ്യും, വീണു പോവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ പണ്ട് സർക്കസ് കണ്ടതിൽ നിന്നും ഇത്തവണ കണ്ടതിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലാണ്. പണ്ട് ഇതേപോലെ ഒരു ആക്ട് മിസ്സായി പോയപ്പോൾ ആൾക്കാർ ഭയങ്കര കൂക്കി വിളിയായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഓരോ പ്രാവശ്യം മിസ്സാവുമ്പോഴും അവരെ കൂടുതൽ എൻകറേജ് ചെയ്ത് അത് കറക്റ്റ് ആക്കിക്കാനാണ് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. Slow down. Don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. Crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. Keep it coming, I'ma send you to your mama. Mr. Whip, 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 get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. ഈ ഒരു ഗ്ലോബ് റൈഡും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നോക്കുമ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങിയിട്ട് 9:30 വരെ പരിപാടി ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഒരു ഉറക്കം പാസ്സാക്കിയ കുട്ടൂസ് പിന്നെ പരിപാടി കഴിഞ്ഞിട്ടാട്ടോ എണീറ്റത്. പിന്നെ നേരെ വീട്ടിലേക്ക്. ഒരു ഐസ്ക്രീമിൻ്റെ ബലത്തിലാണ് ഇത്ര നേരം നിന്നിട്ടുണ്ടായിരുന്നത്.